നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ണിന് ബലമില്ലെന്ന് കണ്ടെത്തിയതോടെ നിർത്തിവെച്ച ദേശീയപാതയിലെ ആമ്പല്ലൂർ അടിപ്പാതയുടെ പണി പുനരാരംഭിച്ചു. പുതിയ രൂപരേഖ അനുസരിച്ച് അടിപ്പാതയുടെ നിർമ്മാണം തുടങ്ങി. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാനകൾ പെരുകുന്നു. മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ 20ഓളം കാട്ടാനകൾ. ചാലക്കുടി പോട്ടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് മധ്യവയസ്കൻ മരിച്ചു. കൊരട്ടി വെളിയത്തുവീട്ടിൽ നെൽസൺ ആണ് മരിച്ചത്. സ്വർണ്ണാഭരണ പണിശാലയിൽ നിന്നും 37 പവൻ സ്വർണം കവർച്ച നടത്തി മുങ്ങിയ പ്രതികളെ ഒല്ലൂർ പോലീസ് പിടികൂടി. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് കോടാലി ആൽത്തറയിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ പ്രകടനവും നടത്തി. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ 16ാം വാർഷികാഘോഷം ഞായറാഴ്ച നടത്തും. വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള സപ്ലിമെന്റിന്റെ പ്രകാശനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണിന് ബലമില്ലെന്ന് കണ്ടെത്തിയതോടെ നിർത്തിവെച്ച ദേശീയപാതയിലെ ആമ്പല്ലൂർ അടിപ്പാതയുടെ നിർമ്മാണം പുനരാരംഭിച്ചു. ദേശീയപാത അതോറിറ്റിയുടെ കൺസൾട്ടൻസി വിഭാഗം അംഗീകരിച്ച പുതിയ രൂപരേഖ അനുസരിച്ച് അടിപ്പാതയുടെ നിർമ്മാണം തുടങ്ങി. നിർമ്മാണ ചുമതലയുള്ള സേലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരാർ കമ്പനിയാണ് പുതിയ രൂപരേഖ തയ്യാറാക്കിയത്. നവീകരിച്ച രൂപരേഖ പ്രകാരം ബോക്സ് ടൈപ്പ് അണ്ടർപാസേജ് ആണ് ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചത്. നേരത്തെ പില്ലറിനായി ആഴത്തിൽ കുഴിച്ചിരുന്ന കുഴികൾ മൂടിയിരുന്നു. ഇവ വീണ്ടും തുറന്ന് ആഴം കുറച്ച് ബോക്സ് ടൈപ്പ് അടിപ്പാതയുടെ അടിത്തറ കോൺക്രീറ്റ് ഇടൽ വ്യാഴാഴ്ച പൂർത്തിയായി. 20 മീറ്റർ വീതിയും 5.5 മീറ്റർ ഉയരവുമുള്ള അടിപ്പാതയുടെ ഘടനയിൽ മാറ്റമില്ല. നേരത്തെ നിശ്ചയിച്ച ഇൻഡിവിജ്വൽ പുട്ടിംഗ് ടൈപ്പ് അണ്ടർപാസേജിന്റെ രൂപരേഖ മാറ്റിയാണ് ബോക്സ് ടൈപ്പ് ആക്കിയത്. നേരത്തെ 4 കൂറ്റൻ പില്ലറുകളിൽ വെഹിക്കുലർ അണ്ടർപാസേജ് ആയിട്ടാണ് അടിപ്പാത പണി ആരംഭിച്ചത്. എന്നാൽ 15 അടിയിലേറെ താഴ്ചയിൽ കുഴിയെടുത്ത ശേഷം മണ്ണിന്റെ ബലക്കുറവ് കണ്ടെത്തിയതോടെ കുഴിച്ച കുഴികൾ മൂടുകയും അടിപ്പാതയുടെ പ്രധാന പില്ലറുകളുടെ പണി നിർത്തുകയുമായിരുന്നു. ഘടനയിലും രൂപരേഖയും മാറ്റം വരുത്തുന്നത് കരാർ കമ്പനിയുടെ ഉത്തരവാദിത്തമാണെന്നും രൂപരേഖ അംഗീകരിക്കുക മാത്രമാണ് NHAIയുടെ ചുമതല എന്നും പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ പറഞ്ഞു. മുന്നൊരുക്കങ്ങൾ നടത്താതെ അറിയിച്ചിരുന്നതിനേക്കാൾ നേരത്തെയാണ് ആമ്പല്ലൂരിൽ അടിപ്പാതയുടെ പണി തുടങ്ങിയത്. എന്നാൽ 2 മാസം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. സർവീസ് റോഡ് ഭാഗികമായി നന്നാക്കിയതിനാൽ ഗതാഗതക്കുരുക്ക് നിയന്ത്രണം വിധേയമാണ്. നീർത്തടങ്ങൾ ഏറെയുള്ള പ്രദേശത്ത് മണ്ണ് പരിശോധന നടത്താതെ പില്ലറുകൾക്ക് കുഴിയെടുത്തത് വിമർശനത്തിനിടയാക്കിയിരുന്നു. തുടർന്നാണ് കരാർ കമ്പനിയോട് അടിപ്പാതയുടെ പുതിയ രൂപരേഖ തയ്യാറാക്കാൻ നിർദ്ദേശിച്ചത്. ദേശീയപാതയിൽ ദിവസേന 50,000 വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്താണ് നിർദ്ദിഷ്ട അടിപ്പാത വരുന്നത്. സാധാരണ അടിപ്പാതകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വാഹനങ്ങൾക്ക് മുകളിലൂടെ കടന്നു പോകാൻ സൗകര്യമുള്ള വലിയ പാലമാണ് ആമ്പല്ലൂരിൽ സെന്ററിലൂടെ കടന്നു പോകുന്നത്. മണലി പാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന അടിപ്പാത ആമ്പല്ലൂർ സെന്റർ കടന്ന് ശ്രീലക്ഷ്മി തിയേറ്ററിന് സമീപത്തായാണ് ദേശീയപാതയിൽ ചേരുന്നത്. 10 മാസത്തെ നിർമ്മാണ കാലാവധിയിലാണ് അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ മണ്ണിന്റെ ബലക്ഷയം, രൂപരേഖ മാറ്റൽ തുടങ്ങിയ പ്രശ്നങ്ങൾ മൂലം തുടക്കത്തിലെ 2 മാസത്തിലേറെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ചാലക്കുടി പോട്ടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് മധ്യവയസ്കൻ മരിച്ചു. കൊരട്ടി വെളിയത്തുവീട്ടിൽ 51 വയസ്സുള്ള നെൽസൺ ജോർജാണ് മരിച്ചത്. ചാലക്കുടി പോട്ടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് മധ്യവയസ്കൻ മരിച്ചു. കൊരട്ടി വെളിയത്തുവീട്ടിൽ 51 വയസ്സുള്ള നെൽസൺ ജോർജാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. ബൈക്ക് റോഡിൽ തെന്നി വീണാണ് അപകടം സംഭവിച്ചത്. ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് നെൽസനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവിടെ വെച്ചാണ് നെൽസൺ മരിക്കുന്നത്. വാടാനപ്പള്ളിയിലാണ് നെൽസൺ ജോലി ചെയ്യുന്നത്. അവിടെ നിന്ന് തിരികെ വരുന്ന വഴിക്കാണ് അപകടമുണ്ടായത്. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാനകൾ പെരുകുന്നു. കുട്ടിയാനകളടക്കം 20ഓളം ആനകളാണ് തമ്പടിച്ചിരിക്കുന്നത്. പകൽ സമയത്ത് റബ്ബർ തോട്ടങ്ങളിലും പുഴയിലും വൈകിട്ടായാൽ റോഡിലും ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം കുണ്ടായി ചൊക്കന പ്രദേശത്തുള്ളവരുടെ ഉറക്കം കെടുത്തുകയാണ്. 10 ദിവസത്തിലേറെയായി ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ 20ഓളം ആനകളാണ്. അടിക്കാടുകൾ വളർന്നു നിൽക്കുന്ന തോട്ടങ്ങളിൽ ആവശ്യത്തിലേറെ തീറ്റയുള്ളതാണ് ആനകളെ ആകർഷിക്കുന്നത്. തോട്ടങ്ങളിലും കുണ്ടായി പുഴയിലും കൂട്ടത്തോടെയാണ് ആനകൾ എത്തുന്നത്. ആനകൾ നിന്നാൽ കാണാൻ കഴിയാത്ത വിധം തോട്ടങ്ങളിൽ കാട് മൂടിയത് മൂലം ഭീതിയോടെയാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത്.
ഇതേ അവസ്ഥയിലുള്ള പുനർനടിയിൽ നടക്കാത്ത തോട്ടങ്ങളും ആനകളുടെ വിഹാര കേന്ദ്രമായി മാറുന്നു. വൈകിട്ടോടെ റോഡിലിറങ്ങുന്ന ആനകളെ ഭയന്നാണ് വാഹനയാത്രക്കാർ കടന്നുപോകുന്നത്. കാട്ടാന ശല്യം രൂക്ഷമായിട്ടും തോട്ടങ്ങളിലെ കാട് വെട്ടിത്തെളിക്കാൻ മാനേജ്മെന്റും ആനകളെ കാട് കയറ്റാൻ വനപാലകരും കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നത്. പുലർച്ചെ തോട്ടങ്ങളിൽ ടാപ്പിംഗിന് പോകുന്ന തൊഴിലാളികളാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. ഏത് സമയത്തും ആക്രമിക്കാൻ എത്തുന്ന ആനകൾക്കിടയിൽ നിന്ന് പണിയെടുക്കേണ്ട ഗതികേടിലാണ് തൊഴിലാളികൾ. കാടിറങ്ങുന്ന ആനകളെ ഒരു പരിധിവരെ തടയാൻ വനാതിർത്തികളിൽ കിടങ്ങ് തീർക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പരിഗണിക്കാൻ പോലും ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. സ്വർണ്ണാഭരണ പണിശാലയിൽ നിന്നും 37 പവൻ സ്വർണം കവർച്ച നടത്തി മുങ്ങിയ പ്രതികളെ ഒല്ലൂർ പോലീസ് പിടികൂടി. സ്വർണ്ണാഭരണ പണിശാലയിൽ നിന്നും 37 പവൻ സ്വർണം കവർച്ച നടത്തി മുങ്ങിയ പ്രതികളെ ഒല്ലൂർ പോലീസ് പിടികൂടി. വെസ്റ്റ് ബംഗാൾ പശ്ചിമ ബദിനിപ്പൂർ സ്വദേശികളായ 28 വയസ്സുള്ള രവിശങ്കർ ഭട്ടാചാര്യ, 24 വയസ്സുള്ള അമിത് ഡോലെ എന്നിവരെയാണ് പിടികൂടിയത്. വെസ്റ്റ് ബംഗാളിലെ പരഗൻസ് ജില്ലയിൽ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 28-നാണ് അഞ്ചേരിയിൽ സ്വർണ്ണാഭരണ പണിശാല നടത്തുന്ന ബംഗാൾ സ്വദേശി സുജയിന്റെ അഞ്ചേരിയിലുള്ള സ്ഥാപനത്തിലേക്ക് ജോലിക്കെത്തിയത്. ജോലിക്കെത്തിയതിന്റെ പിറ്റേന്ന് തന്നെ പ്രതികൾ സ്വർണം കവർന്ന ശേഷം സ്വന്തം നാട്ടിലേക്ക് കടന്നു. വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി ജോലിക്കെത്തി സ്വർണം കവർന്ന ശേഷം ഒളിവിൽ പോകുന്ന രീതിയാണ് പ്രതികൾ നടത്തി വന്നിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് ബംഗാളിലെത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. SI ജീസ് മാത്യു, ASI അരുൺ ഘോഷ്, CPO അബീഷ് ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളിൽ നിന്നും സ്വർണം കണ്ടെടുക്കാനായില്ല. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് കോടാലി ആൽത്തറയിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ പ്രകടനവും നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ സാബു പോക്കാക്കില്ലത്ത്, വൈസ് പ്രസിഡന്റുമാരായ CP ഉണ്ണികൃഷ്ണൻ, VM ഷാജഹാൻ, ടൈറ്റസ് കട്ടക്കയം, ഫൗസിയ ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഒരു പറ്റം ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ ബാധ്യതകൾ തീർക്കാനും അവർക്ക് മറ്റൊരു വിഷയങ്ങളെ അവരുടെ ശമ്പളം മറ്റുള്ള കാര്യങ്ങൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനും ജനങ്ങളെ പിടിക്കുന്നതിന് ഒരു മാർഗമായിട്ടാണ് ഇതുപോലുള്ള വർദ്ധനവ് അടിക്കടി നിർവഹിച്ചിരിക്കുന്നത്. ആമ്പല്ലൂർ ശ്രീ കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ആഘോഷിച്ചു. ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പൂമൂടൽ എന്നിവ തൃക്കാർത്തികയുടെ ഭാഗമായി നടന്നു. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. വൈകിട്ടായിരുന്നു കാർത്തിക വിളക്ക്. പുതുക്കാട് തെക്കേത്തുറവ് ഉഴലൂർ കാർത്തിയേനി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകങ്ങൾ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി ആമല്ലൂർ ത്രിവിക്രമൻ നമ്പൂതിരിപ്പാടും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രീകാന്ത് മാരാർ അവതരിപ്പിച്ച സോപാന സംഗീതവുമുണ്ടായി. വൈകിട്ട് കാർത്തിക ദീപം തെളിയിക്കൽ, ചുറ്റുവിളക്ക്, നിറമാല, വിശേഷാൽ പൂജകൾ, നാമജപം എന്നിവയും കാർത്തിക ഊട്ടും ഉണ്ടായിരുന്നു. CPM കൊടകര ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച ആമ്പല്ലൂരിൽ പൊതുസമ്മേളനം നടക്കും. ശനിയാഴ്ച വൈകിട്ട് 4-ന് ആമ്പല്ലൂർ അളഗപ്പ ടെക്സ്റ്റൈൽസിന്റെ മുന്നിൽ നിന്നും ആമ്പല്ലൂർ ജോർജ് ടൌണിലേക്ക് ചുവപ്പ് സേന മാർച്ച് പ്രകടനം, തുടർന്ന് പൊതുയോഗം എന്നിവയുണ്ടാകും. വൈകിട്ട് 5-ന് ജോർജ് ടൌണിൽ നടക്കുന്ന പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്യും. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് കോൺഗ്രസ് ഇരിങ്ങാലക്കുട മേഖലാ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് വിജയൻ ഇളയടത്ത് ഉദ്ഘാടനം ചെയ്തു. മേഖലാ വർക്കിംഗ് പ്രസിഡന്റ് രാജമോഹനൻ വെള്ളാങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു. ശമ്പളവും പെൻഷനും പരിഷ്കരിക്കാൻ ഉടൻ കമ്മീഷനെ നിയമിക്കുവാനും നഗരങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങളിൽ ജോലി ചെയ്ത കണ്ടീജന്റ് ജീവനക്കാർക്ക് മിനിമം പെൻഷൻ 20,000 രൂപയാക്കി ഉയർത്താനും 25,000 രൂപയ്ക്ക് താഴെ പെൻഷൻ പറ്റുന്ന കണ്ടീജന്റ് പെൻഷൻകാരെ BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനും യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വിജയൻ ഇളയടത്തിനെ യോഗം ആദരിച്ചു. MK സുബ്രഹ്മണ്യൻ, ചന്ദ്രൻ മനവളപ്പിൽ,
വേലായുധൻ MK, രാജൻ PK, ലില്ലി ബാബു, ശൈലജ മുകുന്ദൻ, സെലീന ഊരകം എന്നിവർ പ്രസംഗിച്ചു. ഇനി ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. വ്യത്യസ്തമായ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ച് കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. കോളേജ് സ്റ്റുഡന്റ് കൌൺസിലിന്റെയും IQACയുടെയും NSS യൂണിറ്റിന്റെയും ഹ്യൂമൻ എക്സലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളോടൊപ്പമാണ് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത്. മഡോണ പോട്ട, ശാന്തിഭവൻ ചാലക്കുടി, ആശാഭവൻ പടവരാട് എന്നീ 3 സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നായി 120 വിദ്യാർത്ഥികളും 20ഓളം അധ്യാപകരും സഹൃദയയിലെത്തി. സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ സഹൃദയ കോളേജിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന് വിവിധ കലാപരിപാടികൾക്ക് വേദിയൊരുക്കി. അതിഥികളെ സന്തോഷിപ്പിക്കുന്നതിനായി സഹൃദയ കോളേജിലെ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും മാജിക് ഷോയും സംഘടിപ്പിച്ചു. തുടർന്ന് ക്രിസ്തുമസ് സമ്മാനങ്ങളും വിതരണം ചെയ്തു. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് സമൂഹവുമായി ഇടപഴകാനുള്ള സഹൃദയയുടെ ശ്രമമാണ് സമാവേശ്. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങനിയാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ K കരുണ, സ്റ്റുഡന്റ് കൌൺസിൽ ചെയർപേഴ്സൺ മെറിൻ ബേബി, ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റോ വട്ടോലി, സിസ്റ്റർ ട്രിജ, സിസ്റ്റർ ക്രിസറ്റ്, സിസ്റ്റർ ഫ്ലവർ, റാസ്ലിൻ മാഞ്ഞൂരാൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ 16ാം വാർഷികാഘോഷം ഞായറാഴ്ച നടക്കും. വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള സപ്ലിമെന്റിന്റെ പ്രകാശനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നി, സെക്രട്ടറി KR ഔസേബ്, ട്രഷറർ ജാക്സൺ ജോസ് എന്നിവർ സന്നിഹിതരായി. ഞായറാഴ്ച വൈകിട്ട് 5-ന് ഒല്ലൂർ ശ്രീഭവനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി K രാജൻ അധ്യക്ഷത വഹിക്കും. മേയർ MK വർഗീസ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. മാതൃഭൂമി ലേഖകൻ ശ്രീശോഭനും ACB തൃശൂർ പ്രാദേശിക ലേഖകൻ പ്രദീപ് ഉണ്ണിക്കും TV അച്യുതവാര്യർ സ്മാരക മാധ്യമ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്യും. പ്രസ് ക്ലബ് എക്സലൻസ് അവാർഡ്, ജീവകാരുണ്യ പ്രവർത്തകനെ ആദരിക്കൽ എന്നിവയും ചടങ്ങിൽ നടത്തും. ഒല്ലൂരിലെ പ്രസ് ക്ലബ്ബ് അതിൻ്റെ 16ാമത് വാർഷികം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ച് തന്നെ ശ്രീഭവനം ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ ഡിസംബർ 15-ന് വൈകിട്ട് 5 മണിക്ക് ബഹുമാനായിട്ടുള്ള കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ ശ്രീ ഷംസീർ ഉദ്ഘാടനം ചെയ്യുന്ന വളരെ വിപുലമായിട്ടുള്ളൊരു പരിപാടിയാണ്. കളഞ്ഞുകിട്ടിയ ട്രോളി ബാഗ് ഉടമയ്ക്ക് തിരികെ നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി. പുലക്കാട്ടുകര സ്വദേശി നെടുമ്പിള്ളി വീട്ടിൽ പ്രകാശ് കുമാർ ആണ് റോഡിൽ നിന്ന് കിട്ടിയ ട്രോളി ബാഗ് പുതുക്കാട് പോലീസിന്റെ മധ്യസ്ഥതയിൽ ഉടമയെ ഏൽപ്പിച്ചത്. കല്ലൂർ അയ്യങ്കോട് സ്വദേശി തളിക്കുളം ജോഷിയുടെ വിലപ്പെട്ട രേഖകളടക്കം ബാഗാണ് നഷ്ടപ്പെട്ടത്. ആമ്പല്ലൂർ കുണ്ടുക്കാവ് അമ്പലത്തിനു സമീപമുള്ള റോഡിലാണ് ബാഗ് കിട്ടിയത്. തുടർന്ന് പ്രകാശൻ ട്രോളി ബാഗുമായി സ്റ്റേഷനിലെത്തി. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ട്രോളി ബാഗ് തിരിച്ചു കിട്ടിയതിന്റെ ആഹ്ലാദത്തിലാണ് ജോഷി. ചേലക്കരയിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞു. അപകടത്തിൽ ആംബുലൻസിലുണ്ടായിരുന്ന നഴ്സിന് പരിക്കേറ്റു. ചേലക്കരയിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞു. അപകടത്തിൽ ആംബുലൻസിൽ ഉണ്ടായിരുന്ന നഴ്സിന് പരിക്കേറ്റു. മേപ്പടം കൽത്തൊട്ടി പാടത്തേക്കാണ് ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. പാലക്കാട് നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിൽ രോഗിയെ കൊണ്ടാക്കി തിരികെ വന്നിരുന്ന ആംബുലൻസാണ് നിയന്ത്രണം വിട്ട് റോഡിന്റെ സൈഡിലുണ്ടായിരുന്ന സംരക്ഷണ ഭിത്തി തകർത്ത് പാടത്തേക്ക് മറിഞ്ഞത്. അപകടത്തിൽ ആംബുലൻസിൽ ഉണ്ടായിരുന്ന പാലക്കാട് സ്വദേശിയായ നഴ്സ് ബിൻസിക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ ബിൻസിയെ ആദ്യം ചേലക്കര മേപ്പാടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ആംബുലൻസിന്റെ ഡ്രൈവർ നിസാമുദ്ദീൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് അളഗപ്പ് നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ KP വിശ്വനാഥൻ അനുസ്മരണ സമ്മേളനം ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുതുക്കാട് CG തിയേറ്റർ ഓഡിറ്റോറിയത്തിൽ ഉച്ചതിരിഞ്ഞ് 3-ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ KM ബാബുരാജ്, K ഗോപാലകൃഷ്ണൻ, സുധൻ കാരയിൽ, അലക്സ് ചുക്കിരി എന്നിവർ പങ്കെടുത്തു. ആചരിക്കുകയാണ്. സുദീർഘമായ 19 വർഷക്കാലം കൊടകര നിയോജകമണ്ഡലത്തിലെ MLA എന്ന നിലയ്ക്കും 2 തവണ മന്ത്രി എന്നുള്ള നിലയ്ക്കും ശ്രീ KP വിശ്വനാഥന്റെ 1ാം ചരമവാർഷികം പുതുക്കാട് അളഗപ്പ് നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി വളരെ നല്ല രീതിയിൽ നടത്താൻ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്.
ഇവിടെ മുൻ മന്ത്രിയും MLA ആയിരുന്നുള്ള KP വിശ്വനാഥൻ്റെ 1ാം ചരമവാർഷിക ദിനം ആചരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ആദരവാണ് അത് ഭംഗിയാക്കി തീർക്കുക എന്നുള്ളത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. വ്യാഴാഴ്ച സ്വർണ്ണവില മാറ്റമില്ലാതെ തുടർന്നിരുന്നു. വെള്ളിയാഴ്ച 440 രൂപയാണ് പവന് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില 58,000-ന് താഴേക്കെത്തി. ഒരു പവൻ സ്വർണത്തിന്റെ വെള്ളിയാഴ്ചത്തെ വിപണി വില 57,840 രൂപയാണ്. ഈ ആഴ്ച തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ വലിയ വർധനവാണ് ഉണ്ടായത്. 3 ദിവസം കൊണ്ട് വിപണിയിൽ 1360 രൂപ വർദ്ധിച്ചു. വെള്ളിയാഴ്ച 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വില 55 രൂപ കുറഞ്ഞ് 7230 രൂപയിലേക്ക് എത്തി. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 45 രൂപ കുറഞ്ഞ് 5970 രൂപയായി. വിമാനയാത്ര താരതമ്യേന ചെലവേറിയതാണെങ്കിലും ഇപ്പോൾ സമയലാഭവും കൂടുതൽ സൗകര്യപ്രദമായതും കാരണം സമീപകാലത്ത് വിമാനയാത്രികരുടെ എണ്ണം കൂടുകയാണ്. ഇങ്ങനെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ എത്ര രൂപ വരെ നിങ്ങൾക്ക് കയ്യിൽ കരുതാമെന്ന് അറിഞ്ഞിരിക്കണം. ആഭ്യന്തര യാത്രയോ അന്തർദേശീയ യാത്രയോ നടത്തുകയാണെങ്കിലും വിമാനത്താവളങ്ങളിൽ സുരക്ഷാ പരിശോധന ഉണ്ടാകും. ആ സമയങ്ങളിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പണം കൊണ്ടുപോകുന്ന പരിധികൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. ആഭ്യന്തര വിമാനയാത്രകളിൽ പണം കൊണ്ടുപോകുന്നതിന് നിയമങ്ങളുണ്ട്. ഇന്ത്യക്കുള്ളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷം രൂപ വരെ പണമായി കൊണ്ടുപോകാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവദിക്കുന്നു. ഇതിൽ കൂടുതൽ തുക കൈവശം വെക്കുകയാണെങ്കിൽ അധികൃതരുടെ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വരും. വലിയ തുകകൾ കൈവശം വെക്കുകയാണെങ്കിൽ കൃത്യമായ രേഖകളുണ്ടെന്ന് ഉറപ്പാക്കുക. അന്താരാഷ്ട്ര വിമാനയാത്രകളിൽ പണം കൊണ്ടുപോകുന്നതിനുള്ള നിയമങ്ങൾ നേപ്പാൾ, ഭൂട്ടാൻ ഒഴികെ മറ്റേത് സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് $3000 വരെ വിദേശ കറൻസി കൊണ്ടുപോകാം. ഇതിൽ കൂടുതൽ കൊണ്ടുപോകണമെങ്കിൽ അന്താരാഷ്ട്ര യാത്രാ മാനദണ്ഡങ്ങൾക്കനുസൃതമായി നിങ്ങൾ യാത്രാ ചെക്കുകളോ സ്റ്റോർ മൂല്യ കാർഡുകളോ ഉപയോഗിക്കണം. വിമാനയാത്ര നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എത്ര ഭാരമുള്ള ലഗേജ് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഹാൻഡ് ബാഗിന്റെ അനുവദനീയമായ ഭാരം 7 മുതൽ 14 കിലോഗ്രാം വരെയാണ്. ചെക്ക് ഇൻ ബാഗേജ് ഭാരം 20 മുതൽ 30 കിലോഗ്രാം വരെയാണ്. യാത്ര ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ എയർലൈനിൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ എപ്പോഴും ലഗേജ് ഭാരപരിധി എത്രയെന്ന് പരിശോധിച്ചുറപ്പുവരുത്തുക. കാലാവസ്ഥ. കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ 2027 ഒക്ടോബർ 19 വരെ കാലാവധിയുള്ള സമയബന്ധിത ഗവേഷണ പദ്ധതിയായ ഡെവലപ്മെന്റ് ഓഫ് സയന്റിഫിക് കാപ്പബിലിറ്റി ഫോർ കോംബാറ്റിംഗ് ഇല്ലീഗൽ ട്രേഡ് ആൻഡ് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് ഇന്ത്യൻ റോസ്വുഡ് പദ്ധതിയിലേക്ക് പ്രോജക്ട് ഫെല്ലോയുടെ താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു. MSc ബയോടെക്നോളജി, ബോട്ടണിയിൽ 60% മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദമോ തത്തുല്യ യോഗ്യതയോ ഉള്ളവരായിരിക്കണം. UG CJRF, UG CCSIR സമാന ദേശീയ ഗവേഷണ ഫെലോഷിപ്പ് അഭിലഷണീയ യോഗ്യതയാണ്. വെബ്സൈറ്റ് www.kfri.res.in. ഫോൺ നമ്പർ 0487269010. കേരള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജിൽ 2025 ജനുവരിയിൽ ആരംഭിക്കുന്ന 1 മാസം ദൈർഘ്യമുള്ള ബേസിക് പ്രോഗ്രാം ഇൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന ഓൺലൈൻ പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ മേഖലകളിലുള്ള ബിരുദം അഥവാ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെടാവുന്ന വെബ്സൈറ്റ് www.srccc.in. ഫോൺ 9048110031 807553851. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7230 രൂപ, പവന് 57,840 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണിന് ബലമില്ലെന്ന് കണ്ടെത്തിയതോടെ നിർത്തിവെച്ച ദേശീയപാതയിലെ ആമ്പല്ലൂർ അടിപ്പാതയുടെ പണി പുനരാരംഭിച്ചു. പുതിയ രൂപരേഖ അനുസരിച്ച് അടിപ്പാതയുടെ നിർമ്മാണം തുടങ്ങി. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാനകൾ പെരുകുന്നു. മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ 20ഓളം കാട്ടാനകൾ. ചാലക്കുടി പോട്ടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് മധ്യവയസ്കൻ മരിച്ചു. കൊരട്ടി വെളിയത്തുവീട്ടിൽ നെൽസൺ ആണ് മരിച്ചത്. സ്വർണ്ണാഭരണ പണിശാലയിൽ നിന്നും 37 പവൻ സ്വർണം കവർച്ച നടത്തി മുങ്ങിയ പ്രതികളെ ഒല്ലൂർ പോലീസ് പിടികൂടി.
വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് കോടാലി ആൽത്തറയിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ പ്രകടനവും നടത്തി. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ 16ാം വാർഷികാഘോഷം ഞായറാഴ്ച നടത്തും. വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള സപ്ലിമെന്റിന്റെ പ്രകാശനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.